പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ തെരച്ചിൽ ആരംഭിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജലപ്രവാഹം അതിൻ്റെ ശക്തിയും കരുത്തും ഈ ഗംഗാവലി പുഴയിൽ വളരെ കൂടുതലാണ്. ആത്മഹത്യാപരമായ ഒരു തീരുമാനം ഒരു സുരക്ഷാ ഏജൻസിക്ക് എടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഇത് താമസിച്ചു പോവുകയാണ്. ഇപ്പോൾ എന്തോ ഒരു കാര്യം നമ്മളുമായി പങ്കുവയ്ക്കാൻ ആഷ്മി താജ് ഇബ്രാഹിം കാത്തു നിൽക്കുകയാണ്. ആഷ്മി, എന്താണ് പുതിയ വിവരം? ഇല്ല 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 എസ്കേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുഴയിൽ നടത്ത തെരച്ചിലിന് അതേ ശ്രദ്ധയോടെ എന്ന് പറഞ്ഞാൽ അതേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ്കേൻ നമ്മൾ കരയിലെ പരിശോധന ഏതാണ്ട് പൂർണ്ണമായി തന്നെ വൈൻഡപ്പ് ചെയ്യുകയും നമ്മുടെ കോൺസെൻട്രേഷൻ പൂർണ്ണമായി പുഴയിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. ആ സ്ട്രാറ്റജിക്ക് ഒരു വ്യത്യാസം ഇന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എസ്കേൻ. പുഴയിലെ പരിശോധന അതേ തീവ്രത അതേ തോതിൽ തുടരുന്നു. അതോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടുകൂടി തന്നെ കരയിലെ പരിശോധന വീണ്ടും പുനരാരംഭിക്കുന്നു. അത് ഈ ലക്ഷ്മണന്റെ കടയോട് ചേർന്ന പ്രദേശമാണ്. അവിടെ ഒരു മൺകൂനയല്ല, അവിടെ ഒരു നീളൻ പ്രദേശം നമ്മളിന്ന് പോയി കണ്ടതാണ്. ഒരു നീളൻ പ്രദേശമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മണന്റെ കടയ്ക്ക് തൊട്ട് മുന്നിൽ ഒരു ചായക്കടയായിരുന്നു എസ്കേൻ. ആ ചായക്കടയ്ക്ക് താഴെ ആഴത്തിൽ ഒരു പാടമായിരുന്നു. ആ പാടം മൂടി ഒരു 10-25 അടി ഉയരത്തിലേക്ക് മണ്ണിങ്ങനെ ഒരു നീളൻ പ്രദേശത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും ആ പ്രദേശങ്ങളിൽ മണ്ണിങ്ങനെ ഇളക്കിയുള്ള പരിശോധനയാണ്. നമ്മൾ ഇന്നലെ പോയപ്പോൾ ആ കടയിലെ സാധനങ്ങളൊക്കെ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വരും നമ്മൾ കണ്ടു. ആ മേഖലയിലെ ആ സെന എക്സ്കവേറ്ററിന്റെ പ്രവർത്തനം വീണ്ടും ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കരയിലെ പരിശോധന പൂർവാധികം ശക്തമായി തുടരുകയാണ്. ആ തുടങ്ങുന്നതിന്റെ കാരണം ഇതാണ്. അർജുൻ ആ ചായക്കടയിൽ ഉണ്ടായിരുന്നോ മണ്ണിടിഞ്ഞു വീഴുമ്പോൾ എന്നുള്ളതാണ്. ആ സംശയം അവർക്ക് ബലമായ സംശയമുണ്ട്. ആ സംശയം അങ്ങനെ ബലപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. എസ്കേൻ ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഡ്രോൺ പരിശോധനയിൽ കണ്ട കാര്യങ്ങൾ അവർ 100% നമ്മളോട് പറയണമെന്നില്ല. ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥലത്തിൽ ചില പൊതുജനല്ലേ പറയുകയുള്ളൂ. എസ്കേൻ ചിലപ്പോൾ ഈ പറയുന്ന ഡ്രോൺ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്നൊരു റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. അതിന്റെ ഭാഗമായി കൂടിയാണോ ഈ കരയിലെ പരിശോധന കുറച്ചുകൂടി ശക്തമാക്കാനുള്ള തീരുമാനം എന്നെന്തായാലും അറിയില്ല. ഈ ഡ്രോൺ പരിശോധന ഇന്നലെ രാത്രി എസ്കേൻ അവിടെ ഈ ഗംഗാവലി പുഴയുടെ തണുത്ത വെള്ളത്തിൽ ജീവനുള്ള മനുഷ്യനുണ്ടെങ്കിൽ ജീവനുള്ള മനുഷ്യന്റെ മനുഷ്യോഷ്മാവ് തേടി ജീവനുള്ള മനുഷ്യന്റെ ശരീരം പുറപ്പെടുവിക്കുന്ന മനുഷ്യോഷ്മാവ് തേടി തെർമൽ സെൻസർ അടക്കമുള്ള സംവിധാനങ്ങളുള്ള ഡ്രോൺ സംവിധാനം ഇന്നലെ രാത്രി പരിശോധന നടത്തും എന്നതായിരുന്നു തീരുമാനം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു, സജ്ജമായിരുന്നു. പക്ഷേ ഇന്നലെ പെയ്ത കൊടുങ്കാറ്റ്, അസാധ്യമായ കൊടുങ്കാറ്റിൽ ഡ്രോൺ പോയിട്ട് അവിടെ ഒരു മനുഷ്യ പോലും നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പരിശോധന അബോർട്ടായി പോകുന്ന സാഹചര്യം നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നിപ്പോൾ പകലും ഇത്തരത്തിലുള്ള മനുഷ്യോഷ്മാവ് തേടിയുള്ള പരിശോധന, എസ്കേൻ ഇപ്പോഴും മനുഷ്യോഷ്മാവ് തേടിയുള്ള പരിശോധനയ്ക്ക് ആ പുഴക്കടിയിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന കാര്യം ഗൗരവമായി ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് പോട്ടെ, ആ പരിശോധന ജീവനോടെയുള്ള അർജുനെ തേടിയുള്ള ആ പരിശോധന ഇന്നിപ്പോൾ പകലും കാലാവസ്ഥ ഇതാണെങ്കിൽ നടക്കാനിടയില്ല. അപ്പോൾ കരയിലും പുഴയിലുമായി പരിശോധന നടക്കുന്നു എസ്കേൻ. ഇവിടെ മത്സ്യബന്ധന യാനങ്ങൾ, നാടൻ മത്സ്യബന്ധന യാനങ്ങൾ ചേർത്ത് കെട്ടി പുഴയിൽ ഒന്ന് നിലയുറപ്പിക്കാനാണ് നീക്കം. ഈ ചെറിയ ഡിങ്കി ബോട്ടുകൾ ഈ വലിയ ഒഴുക്കിൽ കാറ്റിൽ നിലയുറപ്പിക്കാൻ പറ്റുന്നില്ല. അവരുടെ സ്വിങ്ങർ എന്നുള്ള ഉപകരണമുണ്ട് എസ്കേൻ. അത് ആഴത്തിലേക്ക് ഇട്ട് താഴെ ആങ്കർ ചെയ്ത് അത് ഭാരമാക്കി അവിടെ തന്നെ നിൽക്കുന്ന ഒരു സംവിധാനമാണ് സ്വിംഗർ. അതുപോലും ഇട്ടിട്ട് ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഈ വലിയ ബോട്ടുകൾ 5-6 വലിയ ബോട്ടുകൾ നിരത്തിയിട്ട് കെട്ടി അതിന് മുകളിൽ പ്ലാറ്റ്ഫോം ഇട്ട്, അപ്പോൾ ഇതൊരു വലിയ സംവിധാനമാകുമ്പോൾ ആ പുഴയുടെ ഒഴുക്കിനെ ഒരു തരിമ്പെങ്കിലും അതിജീവിച്ച് നിൽക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഒരു ബോട്ടകത്തേക്ക് പോയി അടുത്ത ബോട്ടുകൾ അല്പസമയത്തിനകം വരാൻ പോകുന്നു. NDRFന്റെ പതിവ് പരിശോധന, അവരുടെ ഡിങ്കി ബോട്ടുകൾ ഇപ്പോൾ അവർ പുഴക്കരയിൽ കറങ്ങുന്നുണ്ട്. അല്പസമയത്തിനകം നാവികസേന ഡൈവർമാരുടെ രണ്ടാമത്തെ വിദഗ്ധ സംഘം പോകുന്നു. എസ്കേൻ രാവിലെ നമ്മൾ AK അഷ്റഫ് MLA വിളിക്കുമ്പോൾ അദ്ദേഹം രാവിലെ അവിടെ നിന്ന് ഇറങ്ങി, രാവിലെ തന്നെ വസതിയിൽ നിന്ന് ഇറങ്ങി. കാർവാർ MLA വിളിക്കുമ്പോൾ അദ്ദേഹം രാവിലെ തന്നെ വസതിയിൽ നിന്ന് ഇറങ്ങി. രണ്ടുപേരുടെയും ഡ്രൈവർമാർ മാത്രമാണ് നമുക്ക് ഫോണിൽ കിട്ടുന്നത്. അപ്പോൾ രണ്ടുപേരും രാവിലെ ഇറങ്ങി ഇവിടെ ഒരു കോമൺ സ്ഥലത്ത് ഒരു യോഗത്തിലാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട് എസ്കേൻ. ആ യോഗം എന്താണ് ഈ പ്ലാനുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ ആയിരുന്നു അത്. എന്ന് പറഞ്ഞാൽ ഒരു 6:45-7 മണിക്ക് വിളിക്കുമ്പോൾ തന്നെ അവരവരുടെ വസതികളിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അപ്പോൾ എന്തായാലും എന്തോ ഒരു യോഗം അതിരാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ യോഗങ്ങൾ പുരോഗമിക്കുന്നു. 11ാം നാളത്തെ അവസ്ഥ ഇപ്പോഴും ഈ ദൗത്യം മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് എസ്കേൻ. അതിനൊപ്പമുള്ള വലിയ ചോദ്യം, നമ്മുടെ അർജുൻ എവിടെ എന്ന വലിയ ചോദ്യം 11ാം നാളും കൂടുതൽ ഉച്ചത്തിൽ മുഴക്കത്തിൽ ഇവിടെ ഈ അങ്കോളയുടെ അന്തരീക്ഷത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എസ്കേൻ. ഓക്കെ, ആഷ്മി താജ് ഇബ്രാഹിം ആണ് നമുക്കൊപ്പം ചേർന്ന്.